അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ 1 ട്രേ, 2 ട്രേ, 3 ട്രേ, 4 ട്രേയിലായിട്ട് നമ്മുടെ കുറച്ച് ദിവസമായിട്ടുള്ള നമ്മൾ കടയിലേക്ക് മുളക് കൊണ്ടുവന്ന നമ്മുടെ ചെമ്പമുളക് കൊണ്ടുവന്നതിൻ്റെ ബാക്കി കുറച്ച് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളിന്ന് ഊണൊക്കെ കഴിച്ച് ചുമ്മാ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഓരോ പെട്ടികളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓരോ പെട്ടികളിൽ കുറേശ്ശെ ഇങ്ങനെ പഴുത്തിരിക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പക്ഷേ മൊത്തം നഷ്ടമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഉണക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാം പെറുക്കി ഈ പച്ചയും പഴത്തിനെയും പെറുക്കി മാറ്റിയിട്ട് നമുക്ക് ഉണക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ അപ്പുറത്തെ പറമ്പിലിട്ട് ഉണക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് പെറുക്കി നമ്മൾ ഇതെല്ലാം അതേപോലെ ഈ സാധനം വന്നിട്ട് ഇതേപോലെ പഴുത്തത് മാത്രം മാറ്റി പെറുക്കിയിടാണ്. എന്തായാലും ഉച്ചയ്ക്കുള്ള പണിയാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നോക്കുമ്പോൾ നല്ല വറ്റര മുളകാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇതിനെ പെറുക്കി എടുത്തിട്ട് നമ്മൾ എല്ലാം പെറുക്കി മാറ്റിയിട്ട് ഈ ഞെട്ടിയൊക്കെ കളഞ്ഞ് ആദ്യം നമ്മൾ ഉണക്കി കഴിഞ്ഞതിന് ശേഷം ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് പൊടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പരിപാടി ഈ പച്ചയും പഴവും മാറ്റിയിട്ട് നമ്മൾ മാക്സിമം ഇതിനെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് ഉണക്കാനുള്ള പരിപാടി നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കാനുള്ള പരിപാടി നോക്കാമല്ലോ. അപ്പോൾ വീട്ടാവശ്യത്തിന് നമുക്ക് സാധാരണ ഇല്ലേ, നമ്മൾ ഈ പാക്കറ്റ് മുളക് പൊടിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൃത്രിമമാണ്. അതറിയാലോ, ഇന്നാൾ കണ്ടില്ലേ വറ്റല മുളക് മരുന്നിൽ മുക്കിയിട്ടടക്കം യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ചയിലായിരുന്നു ജനങ്ങൾ. അപ്പോൾ നമ്മൾ മാക്സിമം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെയ്യാറുണ്ട്. വലിയ കുണ്ടുമുളകൊക്കെ പഴുത്തൊക്കെ ഞാൻ പെറുക്കി മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇതേപോലെ ഒരു കിലോ നമ്മുടെ കാശ്മീരി ചില്ലി മേടിച്ചുകൊണ്ട് 2 കൂടി പൊടിച്ചെടുത്തെന്നറിയോ, ഒരു 5-6 മാസത്തിന് മേലെ നോക്കുകയോ വേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ്. എരിവ് കമ്മിയായിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾക്ക് കിടാം. കളറ് കമ്മിയായിരിക്കും, പക്ഷെ എന്തായാലും നല്ല നമുക്ക് യൂസിന് നന്നായിരിക്കും. നമുക്ക് കൃത്രിമമില്ലാത്ത മുളകായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മളൊന്നും വേസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ പച്ചക്കറിയിലും മാക്സിമം ഒന്ന് കിട്ടുന്നത് കളയാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളതിനെ ഒപ്പിച്ച് കൈകാര്യം ചെയ്യാനാണ് പതിവ്. ശരിക്കും പറഞ്ഞാൽ നല്ല നഷ്ടക്കച്ചവടമാണ് കേട്ടോ. എന്താ കാര്യം ചോദിച്ചാൽ, മുളക് ഇപ്പോഴത്തെ വിലയ്ക്ക് ആവറേജ് 10-60 രൂപ മുളക് വിലയുണ്ട്. ആ മുളക് 60 രൂപ വില ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ സാധനം പഴുത്തിങ്ങനെ സുന്ദര കുട്ടികളായിട്ട് ഇങ്ങനെ പഴുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പൈസ എൻ്റെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസ കളയില്ല എന്ന് പറഞ്ഞിട്ട് മുളക് പൊടിയാക്കാനുള്ള പരിപാടി അങ്ങനെ ഇത് നടക്കില്ലല്ലോ. അപ്പോൾ ആ പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം പിടിക്കും. നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് നേരം പെറുക്കി സമാധാനത്തിൽ പെറുക്കി റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പെറുക്കി എടുക്കൂ കുട്ടി പറഞ്ഞ പോലെ പെറുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേട്ടായിമാരെ നമ്മുടെ ഒരു ട്രയൽ കഴിഞ്ഞ് പെറുക്കിയിട്ട് ഏകദേശം ഈ ലെവലിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നേരെ പഴുക്കാനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം ഇതാണ്. ഇത് നമുക്ക് പെറുക്കാനുണ്ട് കുറേ, എന്തായാലും കളയാൻ പറ്റില്ല, കേടുവന്നു. ഇത് കണ്ടോ, എന്നെപ്പോലെ ആയിട്ടുണ്ട് മൊത്തം. സംഭവം ശ്രദ്ധിക്കാതെ ഇത് ഇനിയിപ്പോൾ ഒന്നിനും പറ്റില്ല. നമ്മൾ എന്തറിയോ, ഇതിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അത് കേട് വരും. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഇതിനെ നമുക്ക് മാറ്റി നമുക്ക് ഇങ്ങനെ ഇടുകയാണ്. അത് വേണ്ട. അടുത്തതുണ്ടാവും, എവിടെയോ കണ്ട പോലെ ജോലി ഇല്ല, അതിനില്ല. അപ്പോൾ ഈ 3 ട്രേ ഉള്ളൂ. ഈ ട്രേയിൽ നമുക്ക് കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ട്രേയും കൂടി പെറുക്കാൻ പോകണം കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ട്രേ കഴിഞ്ഞു. നമ്മൾ ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. ഏകദേശം നോക്കിയാൽ ഒരു 3-4 കിലോ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെറുക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് പെറുക്കാൻ പോവുകയാണേ. നമ്മുടെ സാംസങ് ഭായി വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിക്ക് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരന് പച്ചക്കറിയൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ആൾ നല്ല മനക്കിനെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ വീഡിയോഗ്രാഫർ ആക്കിയിട്ട് നമ്മളിത് പെറുക്കിയതാണ്. അപ്പോൾ പുള്ളിക്കാരന് പച്ചക്കറി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പച്ചക്കറി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, സാംസങ് ഭായി പറഞ്ഞോ ഉള്ള പരിപാടിയാണ്. ഒരു പൊടി തുടങ്ങിയ കലമ ചെറുത് മതി. ഇതെന്തുകൊണ്ട് ചെറുതാണെങ്കിൽ നീ വേണം. ദുഃഖവള്ളിയല്ലേ? ദുഃഖവള്ളി എപ്പോഴാണ്? മറ്റന്നാൾ.
ഇതെന്താ വേസ്റ്റ് പഴമുണ്ടോ? വേസ്റ്റ് അല്ല, വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്നാൽ പിടിക്കുക തൽക്കാലം കേട്ടോ. പ്രാച്ചോ മതി കൈ വാങ്ങിക്കുന്ന. അപ്പോൾ പുള്ളിക്കാരന് തൽക്കാലം 2 കിറ്റ് പച്ചക്കറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പണി അടുത്ത് നോക്കട്ടെ. ആൾക്കും തിരക്കുണ്ട്. ആ പിടിച്ചോട്ടോ. ഇവിടെ വരെ നമ്മുടെ സാംസങ് ഇവിടുത്തെ മാത്തൂർ പഞ്ചായത്തിൽ മൊത്തം എല്ലാവരും വീടുകളിലും കേബിൾ കണക്ഷൻ എത്തിക്കുന്ന ഏക വ്യക്തിയാണ് പുള്ളിക്കാരനാണ് കേട്ടോ. ആൾ ജലദോഷമൊക്കെ പിടിച്ച് മെല്ലെ വന്നാണ് പോകുന്നത്. ഇന്നലെ സ്ഥലമൊക്കെ മേടിച്ചിട്ട് വേണം വണ്ടി ഇതാവാൻ. ഇതിനൊക്കെ കേട് വരുത്തിയതോ കയ്യിലൊക്കെ പെയിൻറ്റ് കളഞ്ഞിരിക്കുക. വണ്ടിയിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞു പുള്ളിക്കാരൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ബൈ. ആൾക്ക് പച്ചക്കറി നമുക്ക് കൊടുത്തു. ഇനി നമ്മുടെ പണി നമ്മൾ നോക്കാൻ പോകണേ. ആൾക്ക് കൊടുത്തു, പച്ചക്കറി കൊടുത്തു പോയി. അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ പണി തുടങ്ങാണ്. എന്തായാലും വൈകുന്നേരം വരെ പണിയായി ഉറപ്പാണ്. എന്തായാലും തൊട്ടടുത്ത മണിയട്ടം ചിരിക്കേണ്ട എന്താ ഈ ചങ്ങാതി കാട്ടിൽ എന്താണ് സംഭവം? എന്താണ് പഴുത്ത മുളകിനെയൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കുന്നത്? പഴുത്ത മുളക് കൊണ്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോകും. ചമ്മന്തി അടിപൊളി പരിപാടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ മുളകിടെ പണി കഴിഞ്ഞു. ഏകദേശം നമ്മൾ പെറുക്കി ഇതൊന്ന് മാറ്റി നമ്മളെ ഇതൊന്ന് പെറുക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത്രയും ഇനിയും കിടക്കേണ്ടത്. ഇത് തനിയെ പഴുക്കട്ടെ. പഴുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റിയാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ട സാധനം ഇത്രയും കിട്ടിയിട്ട് നോക്കിയേ. ഇത്രയും കിട്ടിയിട്ട് ഏകദേശം എത്ര കിലോ ഉണ്ട് നമുക്ക് അറിയില്ല. അത് പിന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 2-3 ചാക്കൊക്കെ എടുത്തിട്ട് ഇത് നമുക്ക് അപ്പുറം തൊടിയിൽ അവിടെ കൊണ്ട് ഉണക്കാൻ പോകണം കേട്ടോ. എന്തായാലും അവിടെ നല്ല വെയിലുള്ളൂ. അതുകൊണ്ട് ഉണക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ ഉണക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ചാക്കന് നമ്മൾ ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ നമ്മളിത് പൊട്ടാൻ പോകും കേട്ടോ. അപ്പോൾ നമുക്കിതിനെ പരത്തി കൊടുക്കാം. ലൈറ്റായിട്ട് പരത്തി നല്ല സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചാൽ ഈ പെട്ടി അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. കാല് പൊള്ളിയിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ചൂട്. ഞാൻ ചെരുപ്പ് ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങട്ടെ കേട്ടോ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ.